100%. ഇങ്ങനെ കല്യാണം കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞോ? ഇപ്പത്തെ കഴിക്കരുത് ഈ പടം കണ്ടിട്ടാ. അല്ല, ഇപ്പോഴത്തെ ജനറേഷനിൽ ഒരുപാട് പേര് പേടിക്കുന്നുണ്ട്. ഇപ്പം ഇങ്ങനത്തെ പടങ്ങൾ വരുമ്പോൾ ഒരുപാട് പേര് പേടിക്കുന്നുണ്ട്. അയ്യോ കല്യാണം കഴിക്കണോ, നാളെ ഡൈവേഴ്സിലേക്ക് പോയാൽ എന്താവും? അല്ലടാ, നല്ല പെണ്ണ് തേടി കണ്ടുപിടിക്കുക, എന്നിട്ട് കെട്ട്. എനിക്ക് കിട്ടിയിട്ട് കുറെ വർഷം കഴിഞ്ഞല്ലേ എനിക്ക് മനസ്സിലായത് ഈ പൊട്ടനക്ക്. നല്ല പെണ്ണ് കിട്ടുമ്പോൾ നിന്റെ ജീവൻ മാത്രമല്ല, ധൈര്യമായിട്ട് നിന്റെ സ്വത്ത് കൂടെ എഴുതി കൊടുക്കാം കേട്ടോ. വേറെ എന്തെങ്കിലും ചോദിക്കണോ? ഈക്വൽ റൈറ്റ്സ് വേണം, 100% ഈക്വൽ റൈറ്റ്സ് വേണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇഷ്ടമില്ല, ദ്രോഹം എന്ന് പറയുന്നത് ഏത് നിയമത്തിനോ ഏത് മതത്തിനോ ഏത് ദൈവത്തിക്ക് പോലും ഒരു അച്ഛനെയും മക്കളെയും പിരിക്കാൻ പാടില്ല. ഒരിക്കലും റൈറ്റ്സ് ഇല്ല, പിരിക്കാൻ പാടില്ല. അത് നിയമപ്രകാരം ഉണ്ടെങ്കിൽ ഈ പടം അതിൽ എടുത്തു പറയുന്നു. ഒരു അച്ഛൻ മാത്രമല്ല തകർന്നു പോകുന്നത്, ആ കുടുംബം മുഴുവൻ, ആ വംശം തകർന്നു പോകും, ആ വംശം പോകും. പണ്ട് ഒരു പടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം സുരാജ് വെഞ്ഞാറമൂട് എത്രയോ അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ, നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട്. അദ്ദേഹം അഭിനയിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ആക്ഷൻ ഹീറോ ബിജുവിൽ ആ ഒറ്റ സീൻ പോലീസിൻ്റെ മുമ്പ്, അയ്യോ സത്യമായിട്ട് ആ സീൻ കണ്ട് ഞാൻ കരഞ്ഞുകൊണ്ടാണ് സുരാജിനെ വിളിച്ചത്. നിങ്ങളുടെ ജീവിതത്തിൽ അഭിനയിച്ച ഏറ്റവും ബെസ്റ്റ് സീൻ ഇതാണ്. അത് ലൈഫിൽ അത് ഫീൽ ആവണം. ഒരുപാട് പേർക്ക് ഇപ്പോൾ കല്യാണം ഇനി കഴിച്ചില്ല, കഴിച്ചു കഴിഞ്ഞ് ഈ പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കട്ടെ, വന്നവർക്കേ ഈ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ തിയേറ്ററിനകത്ത് കയറുമ്പോൾ എത്ര പെണ്ണുങ്ങളാണ് ഈ പടത്തെ സപ്പോർട്ട് ചെയ്യുന്നത്. സോ ഇത് പെണ്ണുങ്ങൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പടമല്ല ഇത്. നിയമത്തിൽ ഈക്വൽ റൈറ്റ്സ് വേണമെന്നാണ് പറയുന്നത്. നിയമം സംബന്ധിച്ചിടത്തോളം ഈക്വൽ റൈറ്റ്സ് ഇല്ല. ആണാണോ പെണ്ണാണോ വെച്ചാൽ ആണുക്ക് റൈറ്റ്സ് ഇല്ല, പെണ്ണുക്കാണ് റൈറ്റ്സ് കൂടുതൽ. അത് ഈക്വൽ ആയിരിക്കുന്നതാണ് ഞങ്ങൾ